സത്യം പറഞ്ഞാൽ ഷാനവാസെ താങ്കൾ കാണിച്ചത് വളരെ മോശമാണ്. നിങ്ങൾ ഒരു കാരണവശാലും എടാ പോടാ എന്ന് വിളിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു. എടാ പോടാ എന്നൊക്കെ വിളിച്ച് സംസാരിക്കേണ്ടത് ആണുങ്ങളെയാണ്. ആണുങ്ങളെയുടെ മുഖത്ത് നോക്കി വിളിക്കേണ്ട വിളി റിയാസിനെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അയാൾക്ക് മാനസിക വിഷമം ഉണ്ടാവും. ഇതിനൊക്കെ മറുപടി പറയാൻ നിന്നാലേ വേണ്ട, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. അപ്പൊ നമ്മുടെ അഖിൽ മാരാറും റിയാസ് സലീമും തമ്മിലുള്ള ഇഷ്യൂ അറിയാലോ. രണ്ടുപേരും പഴയ ബിഗ് ബോസ് മത്സരാർത്ഥികളാണ്. അഖിൽ സീസൺ 5 വിന്നർ ആയിരുന്നു. റിയാസ് സലീം ആണെങ്കിൽ സീസൺ 4 വൈൽഡ് കാർഡായി വന്ന് തരംഗം സൃഷ്ടിച്ച ആളാണ്. രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള നിലപാടുകളും അതിനനുസരിച്ചുള്ള ഫാൻ ബേസും ഉണ്ട്. It is really remarkable. Thank you very much. റിയാസ് സലീം LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. അഖിൽ മാരാർ ആണെങ്കിൽ പലപ്പോഴും തന്റെ റിഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതികൾ പങ്കുവെച്ചുകൊണ്ട് ഉയർന്നു വന്ന ഒരാളാണ്. ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? അഖിൽ മാരാർ സിനിമ പ്രൊമോഷൻ മാത്രം ചെയ്ത് പോവുകയാണ് ചെയ്തത്. എന്നാൽ റിയാസ് സലീം ബിഗ് ബോസ് ഹൗസിൽ ചെറിയൊരു ഓളം ഉണ്ടാക്കിയിട്ടാണ് പോയത്. ഓളം എന്ന് പറയുന്നത് റിയാസ് സലീം എന്താണോ സ്വാഭാവികമായിട്ട് ചെയ്യുക, അയാളിൽ നിന്ന് എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് അയാൾ ചെയ്തത്. വന്ന ഉടനെ തന്നെ ആന്റി LGBTQ നിലപാടിലൂടെ വിവാദ നായികയായി നിന്നിരുന്ന ലക്ഷ്മിയുടെ മെക്കെട്ട് കയറി. അതോടെ വോട്ടിംഗിൽ പിറകിൽ നിന്നിരുന്ന ലക്ഷ്മി കുതിച്ചു കയറാൻ തുടങ്ങി. താഴ്ന്നു പോകാൻ പാടുണ്ടോ? ഒരു വഴി അടിയുമ്പോ 9 വഴി തുറക്കുന്നല്ലേ എന്നുള്ളതാണ്. എന്തായാലും റിയാസ് സലീമും ഷാനവാസും തമ്മിലുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അഖിൽ മാരാർ ചില കാര്യങ്ങൾ പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. അതോടെയാണ് അഖിൽ മാരാർ റിയാസ് സലീം ഇഷ്യൂ തുടങ്ങുന്നത്. അഖിൽ മാരാർക്ക് മറുപടി എന്നോണം റിയാസ് സലീം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറിയും ഇടുകയുണ്ടായി. എന്തിനുള്ള പുറപ്പാടാണോ? നിങ്ങൾക്ക് അത് പറയാം, ഞാനിവിടെ മുള്ളിന്റെ മുകളിലാണ് നിൽക്കണേ. സത്യം പറഞ്ഞാൽ ഷാനവാസെ താങ്കൾ കാണിച്ചത് വളരെ മോശമാണ്. നിങ്ങൾ ഒരു കാരണവശാലും എടാ പോടാ എന്ന് വിളിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു. എടാ പോടാ എന്നൊക്കെ വിളിച്ച് സംസാരിക്കേണ്ടത് ആണുങ്ങളെയാണ്. ആണുങ്ങളെയുടെ മുഖത്ത് നോക്കി വിളിക്കേണ്ട വിളി റിയാസിനെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അയാൾക്ക് മാനസിക വിഷമം ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഒരു മോശം പദമായിട്ട് തന്നെ അയാൾക്ക് ഫീൽ ചെയ്യും. സത്യം പറഞ്ഞാൽ അഖിൽ മാരാരുടെ ഈ സ്റ്റേറ്റ്മെന്റിനോടൊന്നും എനിക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല. റിയാസ് ഒരു ആണും പെണ്ണും കെട്ടവനാണ് എന്ന് തന്നെയാണ് ഇവിടെ അഖിൽ മാരാർ പരോക്ഷമായി പറഞ്ഞു വെച്ചത് എന്ന്. താൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് റിയാസിന് പലപ്പോഴും. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അതൊരിക്കലും അംഗീകരിക്കുകയുമില്ല. ഏതായാലും ഒരു കാര്യം ചെയ്യും, ഇനി നീ അവനെ കുറച്ചൊന്ന് പ്രോത്സാഹിപ്പിച്ചു വിടും.